ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ് അരുണിനെ പോലുള്ള ആൾക്കാരുടെ സ്റ്റോറീസ്. എസ്പെഷ്യലി ഈസ് എ റിയൽ ഫൈറ്റർ. നമ്മുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും എക്സാമിലാണെന്നുണ്ടെങ്കിലും അതുപോലെ എല്ലാ ആസ്പെക്റ്റിലും ഒരു ഫൈറ്ററാണ് അരുൺ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഡെഡിക്കേറ്റ് ആയിരിക്കുക. ഇത് വേണം തോന്നി അപ്പോൾ പഠിച്ചു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സഹകാരിയുടെ കേരള ബാങ്ക് സക്സസ് സ്റ്റോറി സീരീസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്നും ആണ് അരുൺ വരുന്നത്. നമ്മുടെ സൊസൈറ്റി കാറ്റഗറിയിൽ വളരെ സ്പെഷ്യൽ ആയിട്ട് നടന്ന ഒരു മത്സരത്തിൽ 16ാമത്തെ റാങ്കിലേക്ക് എത്തിയ, സ്റ്റേറ്റ് വൈഡ് 16ാമത്തെ റാങ്കിലേക്ക് എത്തിയ അരുണിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അരുൺ ലൈക്ക് JC-യുടെ സമയത്ത് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ തുടങ്ങിയായിരുന്നു? ആക്ച്വലി ചെറുതായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഫോക്കസ് ഉണ്ടായിരുന്നില്ല. JC ഫോക്കസ് ചെയ്തില്ല, കേരള ബാങ്ക് ആയിരുന്നു പ്രധാനപ്പെട്ട ഫോക്കസ്. നിലവിൽ സൊസൈറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് അറിയാം, ഒരു 10,000-ഓളം കാൻഡിഡേറ്റ്സ് നമുക്ക് ഈ ഒരു മേഖലയിൽ അപേക്ഷ കൊടുത്ത് പഠിച്ച ഒരു പരീക്ഷയാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിക്കുമ്പോഴത്തേക്കും സ്പെഷ്യലി നമ്മുടെ പ്രധാനപ്പെട്ട അരുണ് നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? എനിക്ക് പൊതുവെ ടൈമാണ്. കാരണം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന അവിടെ നിന്നും എൻ്റെ വീട്ടിലേക്ക് 1 മണിക്കൂർ മുകളിൽ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന അവിടെ തന്നെ ഒരു 6 മണിയൊക്കെ കഴിയും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വീട് എത്തുമ്പോഴേക്ക് 7 മണിയാവും. പിന്നെ എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞു ടൈമോ. അപ്പോൾ ടൈം എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ലൈവിലൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള സമയം? ലൈവ് ഞാൻ വന്നിട്ട് അറ്റൻഡ് ചെയ്യും. ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലൈവ് അവിടെ ഓൺ ആയിരിക്കും. കൂട്ടത്തിൽ ലൈവ് അറ്റൻഡ് ചെയ്യുന്നുള്ളതാണ്. കാരണം പാർട്ടിസിപ്പേഷൻ നടക്കില്ല, എന്നാൽ ലൈവ് എല്ലാം കേൾക്കാറുണ്ട്. അതിന്റെ പ്രയോജനപ്പെടുത്താൻ പറ്റില്ല. എസ്പെഷ്യലി നിങ്ങൾ എല്ലാവരും മീറ്റിങ്ങിനൊക്കെ, വെബിനാർ മീറ്റിങ്ങിനൊക്കെ ചോദിക്കുന്നതാണ് ലൈവിന്റെ റെക്കോർഡ് കിട്ടുമോ, ലൈവിന്റെ റെക്കോർഡ് കിട്ടുമോ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഡിറ്റർമിനേഷൻ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം ഡിറ്റർമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ വർക്കിനോടൊപ്പമോ യാത്രയ്ക്കോടൊപ്പമോ ഒക്കെ അതൊരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. ഈ 16ാം റാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നമ്മൾ കേരളം ഒട്ടാകെ ശ്രദ്ധിക്കുന്ന റാങ്കാണ്. അതിന്റെ പിന്നിൽ ഉള്ള മോട്ടിവേഷൻ ആരായിരുന്നു? അല്ല, എനിക്ക് പൊതുവെ ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ കുറച്ച് ഡെഡിക്കേഷൻ ഉള്ള ആളാണ്. ഞാൻ അധികവും ഇത് നോക്കും. ഞാൻ ഗൈഡാണ് കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ എനിക്ക് എൻ്റെ രീതിയിൽ കുറച്ചിങ്ങനെ ഈ ഒരു മേഖലയോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അറിയും. പൊതുവേ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതാണ്. പിന്നെ വർക്കിംഗ് ആയതുകൊണ്ട് കൂടുതൽ. അപ്പൊ നമ്മൾ ഈ വിജയം ശരിക്കും ആർക്കാണ് അരുൺ സമർപ്പിക്കുന്നത്? വീട്ടുകാർക്കും പിന്നെ ഫ്രണ്ട്സും എല്ലാവരും. ശ്രീനയൊക്കെ ഒരുമിച്ചാണ് ഡിഗ്രി മുതലാണ്. ശ്രീനാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. നമ്മൾ ഡിഗ്രി മുതൽ ഒരുമിച്ച് പഠിക്കുന്നതാണ്. ഞങ്ങൾ രണ്ടാളും കൂടി പ്രിപ്പയർ ചെയ്യാം. CSCB നമ്മൾ ഒരുമിച്ച് ഒരേ ബാങ്കിൽ വന്നു. അല്ലെ, ഞങ്ങൾ അവിടെ മുതലേ കണ്ടിന്യൂ. ഇനി കേരള ബാങ്കിൽ പോവാണെങ്കിൽ ഒരുമിച്ച് തന്നെ ആയിരിക്കും. നല്ല സൗഹൃദങ്ങള്. എസ്പെഷ്യലി ശരിക്കും പറഞ്ഞാൽ ഇവരെ ഒരു ഗ്രൂപ്പ് സ്റ്റോറി ആയിട്ട് ചെയ്യണമെന്നായിരുന്നു, നടന്നില്ല. ആക്ച്വലി ഇദ്ദേഹം അരുണ് എവിടെ ഹെഡ് ഓഫീസിലല്ലേ? ഹെഡ് ഓഫീസിലാണ്, ശ്രീന ബ്രാഞ്ച് ഓഫീസിലാണ്. അപ്പോൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ് അരുണിനെ പോലുള്ള ആൾക്കാരുടെ സ്റ്റോറീസ്. എസ്പെഷ്യലി ഈസ് എ റിയൽ ഫൈറ്റർ. നമ്മുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും എക്സാമിലാണെന്നുണ്ടെങ്കിലും അതുപോലെ എല്ലാ ആസ്പെക്റ്റിലും ഒരു ഫൈറ്ററാണ് അരുൺ. അപ്പോൾ അരുണിൻ്റെ വാക്കുകൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. നമുക്ക് ഈ വരുന്ന പഠിക്കുന്ന കുട്ടികൾക്ക് പകരാൻ ഒരുപാട് നിങ്ങളുടെ ആ ഒരു ഇത് പറയാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസിന് ഒക്കെ ഒരുപാട് പവർഫുള്ളാണ്. അപ്പോൾ അത് എന്താണ് നമ്മുടെ കുട്ടികൾ പറയാനുള്ളത്? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഡെഡിക്കേറ്റ് ആയിരിക്കുക. ഇപ്പം എനിക്ക് ജോലിയുണ്ട്, പക്ഷെ ഞാൻ എന്നാലും ഇത് വേണം തോന്നി അപ്പോൾ പഠിച്ചു. പിന്നെ ക്ലാസ് കേൾക്കാറുണ്ട്. പിന്നെ കൂടുതലും ഗൈഡാണ്. ഞാൻ സെൽഫ് ലേണിങ്ങിൻ്റെ ഒരാളാണ്. എനിക്ക് അതാണ് ഇഷ്ടം കൂടുതൽ. പിന്നെ സഹായിക്കാൻ സാറിന് നമുക്ക് എല്ലാ പോയിന്റ് ഔട്ടായിട്ട് പഠിക്കാൻ പറ്റില്ല സെൽഫ് ലേൺ ചെയ്യുന്നത്. അപ്പം നമുക്ക് എക്സാമിൻ്റെ ആ ഒരു ടൈമൊക്കെ എത്തുമ്പോൾ ലൈവും ഒരു 100 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പഠിക്കും. അങ്ങനെ ഓക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. ഈ ഒരു തിരക്കുണ്ടെങ്കിലും നമുക്ക് സമയം മാറ്റി വയ്ക്കാൻ പറ്റും. സാറിനെ കണ്ടാലും സന്തോഷം. ലൈവിലും ഇതിലേക്കല്ലേ കാണാം.